ഈ പോളിഷിങ്ങിന്റെ പണിക്കാരുണ്ടല്ലോ അവൻ വന്നു ഞങ്ങളോട് വരെ പുറത്ത് കയറണം. ഇപ്പാനോട് വരെ പറഞ്ഞു അബ്ബാര് പ്രഷറല്ല. ഇപ്പാനോട് അങ്ങനെ പറഞ്ഞാൽ അവനെടുത്ത് പുറത്താണ്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നി നമ്മളെ ടേബിളാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു ടേബിളിന് എടുത്താൽ. ഹലോ നമസ്കാരം, ജംഷിയാണ് റോക്സ്ലോ മാർബിൾസിന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ സൈറ്റിലാണ്. നമ്മൾ സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ, പാണ്ടിക്കാട് ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് സൈറ്റ് ഉള്ളത്. കൊടശ്ശേരിയാണ് സ്ഥലം വരുന്നത്. നമ്മളിവിടെ കട്നി മാർബിളും ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. ഇപ്പോഴാണ് നമുക്ക് ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കാനൊരു ഇത് കിട്ടിയത്, ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കിയാലോ. നമുക്ക് ഫ്രണ്ട് സിറ്റ് ഔട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ സിറ്റ് ഔട്ടിൽ കണ്ടില്ല കട്നി വിരിച്ചിട്ട് ഡയമണ്ട് ഡിസൈനൊക്കെ സെറ്റാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. 4 പീസ്. ഇപ്പോൾ ചെറിയ നോർമൽ സിറ്റ് ഔട്ടാണ്, വലിയ സ്ലാബ് ആയിരുന്നു. അത് ഒന്ന് ചെറുതാക്കിയിട്ട് 4 പീസ് കറക്റ്റാക്കി ഇട്ടിട്ട് ഇതിന് ഡയമണ്ട് ഡിസൈൻ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഉൾഭാഗത്തേക്ക് പോയി നോക്കാം. ബൈ. ഇപ്പോൾ നമ്മൾ ഉൾഭാഗത്ത് വന്ന് വരുന്ന സമയത്ത് ഇതുണ്ടല്ലേ ലിവിങ് റൂമാണ്. ലിവിങ് റൂം ഇങ്ങനെ പാർട്ടിഷൻ ചെയ്ത് വലിയ ഹാളാക്കി ചെയ്തിട്ട് അതിൽ പാർട്ടിഷൻ ചെയ്താണ്. ലിവിങ് റൂമിൽ നമ്മൾ ഡയമണ്ട് ഡിസൈൻ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാ ഇവിടെ ഡയമണ്ട് ഡിസൈൻ അല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ബാക്ക് സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻറ്ററിൽ നമുക്ക് ഡയമണ്ട് ഡിസൈൻ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ഉണ്ട്. ഇത് വന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇത് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതുണ്ടല്ലേ ഒരു ചിത്രപ്പണി പോലെ നല്ല ഉഷാറായിട്ട് നമ്മൾ ഡിസൈന് ഒത്തു വന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഡിസൈനുകളാണ്. നമ്മൾ ഇതിൻ്റെ ഡിസൈന് കാണിക്കുന്ന സമയത്ത് നമ്മൾ ആകെ എക്സ്പെക്റ്റ് ചെയ്യുക ഈ ഒരു ഡയമണ്ട് ഡിസൈന്, ഈ ഒരു ഡിസൈൻ ഇങ്ങനത്തെ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. അതിന് മറുവശത്ത് വരുന്ന ഇങ്ങനത്തെ ചെറിയ വിരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചിത്രപ്പണികളൊന്നും നമ്മൾ ഒരിക്കലും മാർബിൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. അത് എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് വുഡാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല തേക്ക് വുഡാണ് ചെയ്തിട്ടുള്ളത്. ഇത് മാർബിൾ വിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഗ്യാപ്പ് തീരെ ഇട്ടിട്ടില്ലായിരുന്നു. അതുണ്ടല്ലേ ഈ ഒരു ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ മാർബിൾ സിമെൻറ്റും മണലും മാർബിളും ഒക്കെ പാടെ വരുന്ന സമയത്ത് ഈ ഗ്യാപ്പ് പറ്റ കുറയുന്ന രീതിയിലാണ് പിന്നെ ഇത് തേക്കാക്കി വുഡാക്കി കൊടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ വീട് മൊത്തം 2000 ചില്ലാൻ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്സ്റ്റെയറും ഗ്രൗണ്ട് ഫ്ലോറും മൊത്തം മാർബിളാണ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റാക്കിയിട്ടുണ്ട്. കോർട്ട്യാർഡ് പിന്നെ മാർബിളല്ല, ടൈലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഉടമസ്ഥനെ, നാഫിയാണ് മൂപ്പരെ പേര്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ മാർബിളിനെ കുറിച്ചും നമ്മളെ പണിക്കാർ നമ്മളെ സ്ഥാപനത്തിൻ്റെ ഡീലിങ് കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്? ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസ് അത്രയും പക്കായിരുന്നു. അതായത് നമ്മൾ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഇവിടെ ഓടിയെത്താൻ ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. അപ്പോൾ എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും ആദ്യം ഈ ഓണർമാരെ നമ്മളെ ഡയറക്റ്റ് വീട്ടിലെത്തിയിട്ട് അവരാണ് ഇത് പിന്നെ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. ഈ ഒരു അത് സ്വാഭാവികമായിട്ട് നമുക്ക് പണിക്കാർ ഇങ്ങനൊരു സംശയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്തല്. അപ്പോൾ ഇനി എത്ര ദൂരത്താണെങ്കിലും എന്തെങ്കിലും സൈറ്റിൽ എന്തെങ്കിലും കസ്റ്റമർ നമ്മൾ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ കൂടി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കൂടി വിളിച്ച് പണിക്കാരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യും. അല്ല നമ്മൾ പോയി കണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര ദൂരത്താണെങ്കിലും അവിടെ പോയി ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. കാരണം നമ്മളിന്ന് വിശ്വസിച്ച് മാർബിൾ എടുത്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ആ രീതി ഇപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും എല്ലാ പണിക്കാരും നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള പണിക്കാരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് 5 വർഷമായിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കാരാണ് ഇപ്പോഴും നമ്മളടുത്ത് കണ്ടിന്യൂ ആയിട്ട് പോയിരിക്കുന്നത്. അവർക്കറിയാം നമ്മളെ ഒരു ഇതെന്താണ്, നമുക്ക് എങ്ങനെയാണ് വർക്ക് എടുത്ത് തരേണ്ടത്, നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് ഒക്കെ ഇപ്പോൾ നമ്മളെ പണിക്കാർക്കും കറക്റ്റ് അറിയാം. ഫസ്റ്റത്തെ 2 വർഷമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം പണിക്കാർ ഓരോ രീതിയിൽ അങ്ങനെ വർക്ക് എടുത്ത് പോകും. കാരണം നമ്മൾ മലയാളീസ് കരുതുന്ന അതുപോലെ ഹിന്ദിക്കാർ നമുക്ക് ഒരിക്കലും വരാം. അപ്പോൾ അവരെ രീതിയിൽ വർക്ക് എടുക്കും. നമ്മളെ പിന്നെ സൈറ്റിൽ ഒരു 4 ദിവസം 3 ദിവസം കൂടുമ്പോൾ സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ കരുതിയ പോലെ അവരെ വർക്ക് എടുക്കുന്നുണ്ടായി. ഫസ്റ്റ് 2 വർഷമൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതേമാതിരി പണിക്കാരൊന്ന് പറഞ്ഞ് ശരിയാക്കി. ഇപ്പം എന്താ വെച്ചാൽ നമ്മളെന്താണ് കരുതുന്നത്, നമ്മളെന്താണ് ചിന്തിക്കണത് അവർക്കറിയാം. അത് അവർ ആ രീതിയിൽ തന്നെ എടുത്തു പോകുള്ളൂ. അല്ല, പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നുള്ള പണിക്കാരാവുമ്പോൾ ഈ ഒരു മലയാളീസിന്റെ ഒരു നമ്മളൊരു കൺസെപ്റ്റിക്ക് വരണമെന്നുണ്ടെങ്കിൽ മേൽനോട്ടമാണ്. അതെ, ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മളെ മലയാളികൾക്ക് എങ്ങനെ വേണ്ടതെന്ന് ശരിക്കും അവർക്ക് അറിയൂല. അവരെ രീതിയിൽ എടുത്തു പോവുകയാണ് ചെയ്യുക.
ഇപ്പൊ നമ്മൾ പറഞ്ഞ് ഏകദേശം നമ്മളെ നാട്ടുകാർക്ക് നമ്മളെ മലയാളികൾക്ക് എങ്ങനെയാണ് വർക്ക് വേണ്ടിയതെന്ന് കറക്റ്റ് നമ്മളെ പണിക്കാർക്ക് കറക്റ്റ് അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ പോയി കണ്ടു സൈറ്റിൽ നിന്ന് കംപ്ലൈന്റുകൾ, അതായത് കസ്റ്റമർ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിളി തന്നെ ഇപ്പോൾ വരില്ല. കാരണം നമ്മളെ പണിക്കാരനെ ഫുള്ള് ശരിയാക്കി കറക്റ്റ് ആക്കിയിട്ടേ പോകുള്ളൂ. ഒരു 4-5 ദിവസം കൂടുമ്പോൾ മാത്രമേ നമ്മൾ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം പോയി നോക്കേണ്ട ഒരു കേസ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പോവുക, സൈറ്റ് കാണുക, പോരുക, അത്രേ ഉള്ളൂ. നമുക്കത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇപ്പം നമ്മളെ പണിക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് അവരെന്നെ കറക്റ്റ് അങ്ങനെ എടുത്തു പോകും. നമ്മൾ വർക്ക് മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കല് നമ്മളെ ബാധ്യത. പിന്നെ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നി നമ്മളെ ടേബിളാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു, ടേബിള് അവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങളെ കയ്യിലൊരു ഉള്ളി ഉണ്ടാവും, ഒരു ചെറിയ ചുറ്റിങ് ഉണ്ടാവും, അതിന് ഇങ്ങനെ മേടിക്കുത്തിറക്കാനാണ്. അത് എത്ര ദിവസം എടുത്തത്? അതിന്റെ പിന്നിൽ ഈ വീടിനോളം പയക്കുണ്ടാവും എന്ന് വെച്ച് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങള് പിന്നെ ഇതിന് മരം പ്ലാൻ ചെയ്ത സമയത്തെ ആ മരം മുറിക്കാൻ പോയപ്പോ അവിടുന്നാണ് ഈ ഒരു വേര് കണ്ടത്. അതായത് ഈ വേര് കുറച്ച് ഹൈറ്റില് മുറിച്ച സ്ഥിതിക്ക് അപ്പോ എനിക്കൊരു ഐഡിയ ഇങ്ങനെ തോന്നി, ആ വേര് കൂടുതൽ ഇങ്ങനെ കുറച്ച് പരന്നിട്ടാണ് നിൽക്കണേ. എനിക്കൊരു ഐഡിയ ഇങ്ങനെ തോന്നി, ആ വേര് കൂടുതൽ ഇങ്ങനെ കുറച്ച് പരന്നിട്ടാണ് നിൽക്കണേ. ഇത് ഞാൻ മുമ്പേ വയനാട് താമരശ്ശേരി പോയെന്ന് അവിടെ ഞാനൊരു പിന്നെ ഇതിന്റെ ഫർണിച്ചർ കടയിൽ അവര് കാപ്പി മരത്തിന്റെ വേരോട് കാപ്പി മരത്തിന്റെ പ്രത്യേകിച്ച് കുറെ ഉണ്ടാക്കില്ലേ. അപ്പൊ ആ ഒരു ഐഡിയ എനിക്ക് കണ്ടപ്പോ എന്ന് തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഈ തേക്കിന്റെ വേര് ഒന്നുകൂടി വലുതാണ്, ഇത്രയും ബെറ്റർ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോ ഈ വീടിന് ഉപയോഗിച്ച മരത്തിന്റെ വേരാണ് അത്രേ ഉള്ളൂ. വെറുതെ കത്തിച്ച് കളയേണ്ട സാധനം. ഇതിനിപ്പോ നമുക്ക് ഞാൻ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഞാൻ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഒരു 6,000 ടേബിളിൽ ഒരു 70,000 വരെ നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കാം. ആമസോണിലുണ്ട്, അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഇതിന്റെ ഒരു വാല്യൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം. വെച്ചാല് നമ്മളെല്ലാരും വീടിന് വേണ്ടിട്ട് തേക്ക് മുറിച്ചിട്ട് ആൾക്കാരാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ടേബിൾ വേറെ പർച്ചേസ് ചെയ്യലാണ് 50,000-40,000 ആയിരങ്ങളോ കൊടുത്തിട്ട് ഈ വേര് ഇവിടുന്ന് വറകായിട്ട് ഒരു ഉപയോഗമില്ലാതെ പോവുകയും ചെയ്യും. ചില ആൾക്കാർ എടുക്കൂല, അതങ്ങനെ നശിച്ചു പോകലാണ്. ഇതിപ്പോ എടുത്തോണ്ട് ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ് സാധനം നമ്മുടെ വീടിന്റെ ഉള്ളിലായി നമ്മൾ തന്നെ പണിയെടുക്കുമ്പോഴാണ്. കാരണം വെച്ചാൽ ഇതിന്റെ പിന്നിൽ കുറെ പിന്നെ പണിന്റെ ആവശ്യമുണ്ട്. അതായത് അത് വരുതാനോ അതൊരു 1 മാസത്തോളം ഒരു പണിയുണ്ട്. പേപ്പർ ഇടല് അതെന്താ വെച്ചാൽ മെഷീനറി നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് അത് ഈ വേരിന്റെ ഷേപ്പാൾ അങ്ങനെ ഇതിന്റെ പോകുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് പോകും. അതൊരു നാച്ചുറാലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സോഫ്റ്റ് ആയിട്ട് പേപ്പർ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ അതിനൊരുപാട് ഞാൻ ഈ വർക്ക് തുടങ്ങിയ മുതലേ കൈയുടെ തീർന്ന വരെ ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങളെ തന്നെയാണ്. എന്തായാലും അത് സംഭവം ഉഷാറായി. ഇപ്പൊ നമ്മള് ഒന്നുകൂടി ചെയ്യണ്ടല്ലോ, അങ്ങനെ ഒന്നുകൂടി ചെയ്യണ്ട നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാന്നുള്ള ഒരു പ്ലാൻ. എന്തായാലും 2 തേക്കാണ് മുറിച്ചിരുന്നത്, അപ്പൊ 2ഉം വേസ്റ്റ് ആക്കണ്ടെന്നുള്ളൊരു എന്തായാലും ഇതിന്റെ എത്ര സൈസ് ഇല്ലാതെ കുറച്ച് നമുക്ക് തന്നെ കിച്ചണൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളെ കിച്ചണിന് കുറച്ച് സ്പേസ് കുറവായിട്ടാ തട്ടിത്തടവാകും. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മള് ഇതൊക്കെ സ്റ്റെയർ കേസ് ഒക്കെ നമ്മള് വുഡാ ചെയ്തത്. നല്ല ക്ലാസ് തേക്കായതുകൊണ്ട് സാധാരണ തേക്ക് നമ്മള് കൂടുതൽ സ്ഥലത്തൊന്നും ചെയ്ത് കാണാനില്ല. അപ്പൊ നമ്മള് മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാല് വാഗണ്ട്, കരിവാഗ, നല്ല ഡാർക്ക് നിറത്തിൽ വരുന്ന അതെ ആ സാധനം ആ ഒരു മരം ചെയ്ത് കാണില്ല. അതേപോലെ തന്നെ നമ്മള് പാലക്കാട് ഭാഗത്തുനിന്ന് തന്നെ മറ്റേതുണ്ടല്ലോ, എന്താണ് പനുണ്ടല്ലോ, കരിമ്പന അതേമാതിരി ചെയ്ത് കണ്ടത്. തേക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾ തന്നെ മരം മുറിച്ച് കണ്ട് ചെയ്തുകൊണ്ടാണ്. മറ്റേത് ഇതിനായിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ കരിവാക അല്ലെങ്കിൽ ഈ കരിമ്പന പറഞ്ഞാണ്ട് അത് നമ്മളിപ്പോ മിക്ക വീടുകളിലും കാണുള്ള അത് രണ്ടുമാണ്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. നമ്മള് ഈ ഇത് വർക്കൊക്കെ ആ കളർ തന്നെ കൊടുത്തോണ്ട് നല്ല ഭംഗിയുണ്ട്. ഈ തേക്ക് എന്താ വെച്ചാല് തേക്ക് ഒരു ക്ലാസ് ആണ് സത്യത്തിൽ. ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തേക്ക് വെച്ചാൽ ഇപ്പൊ റോൾസ് റോയ്സിൽ വരെ തേക്കാണ്, നമ്മൾ നിലമ്പൂർ തേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ നമ്മള് വീട്ടിൽ എന്തുകൊണ്ട് അത് നമുക്ക് വീട്ടില് പിന്നെ നമ്മുടെ വീട്ടില് തേക്കുണ്ട്. നമ്മള് എല്ലാ സാധനത്തിനും ജനൽപോളികളും വാതിലും ഒക്കെ തേക്കാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മള് ഇതിപ്പോ നിലമ്പൂർ തേക്കിനോട് ഒപ്പം നിൽക്കുന്ന തേക്കന്നെ ഇവിടെ ആകെ 15-20 കിലോമീറ്റർ നമ്മൾ നിലമ്പൂർക്ക് വരുന്നുള്ളൂ. അതേ ക്വാളിറ്റിയിൽ വരുന്ന തേക്ക് തന്നെയാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ തേക്കന്നെ സ്റ്റാൻഡേർഡ് നല്ല വിരിച്ചുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു തിക്നെസ്സിൽ നമ്മൾ മാർബിൾ വിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അത്ര കിട്ടൂല. അപ്പൊ ഒരു ഭംഗി കിട്ടൂല. ഈ മാർബിൾ വിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ മാർബിൾ വിരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല കിട്ടുന്നത്. അതൊക്കെ നമുക്ക് ഗ്യാപ്പ് കൂടുതൽ കിട്ടലുണ്ട്. ഈ ഒരു സ്റ്റെപ്പും മറ്റേ സ്റ്റെപ്പും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതൽ ഇടലുണ്ട്. അപ്പോൾ ചില വീടുകളിൽ ഗ്യാപ്പ് തീരെ ഇടൂല, ഒരു 2 ഇഞ്ച് ഇടുള്ളൂ. 2 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ 1 ഇഞ്ചിന് നമ്മൾ സിമെന്റും മണലും മാർബിളും കൂടി ആകുമ്പോൾ 1 ഇഞ്ച് മിനിമം എന്തായാലും വരും. പിന്നെ ഈ ഒരു കാര്യം എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞത് ജംഷനെയാണ്. ഇതില് ഞങ്ങള് ഒരു വീട് വേറെ ഒന്ന് പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ജംഷന്റെ ക്ലൈന്റ് തന്നെയാണ്. അപ്പോൾ ഓനാണ് ഈ കരിവാകനെ കുറിച്ചും അതേപോലെ ഈ തേക്കിനെ കുറിച്ചും ഒക്കെ എനിക്കൊരു ഐഡിയ തന്നത്. ഈ ഒരു MM-ന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് MC ആണ്. ഓനൊരു മാർബിളിന്റെ ആളായിട്ട് കൂടി എനിക്ക് തേക്കിലേക്ക് ഒരു പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇത് മാർബിൾ ചെയ്ത് കഴിഞ്ഞാല് അതിന് ചീത്തപ്പേര് നമുക്ക് തന്നെ കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് കാണൂല. ഞാൻ ഇപ്പൊ 2 സ്ലാബ് എനിക്ക് ഏറെ വിൽക്കാൻ പറ്റും, അത് ഞാൻ കൊണ്ട് മാർബിൾ ചെയ്യിക്കുകയാണെന്നെങ്കിൽ 2 സ്ലാബ് എക്സ്ട്രാ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ അതൊരു പെർഫെക്ഷൻ ആയി കിട്ടൂല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല, കാരണം ആ ഗ്യാപ്പ് കിട്ടൂല നമുക്ക്. പിന്നെ വേറൊന്നും നമ്മള് 2 കളറായിട്ട് കൂടി ഒരു വേറെ രസമാണ്. അതെ നല്ല ഭംഗി വരുന്നുണ്ട്. അത് സ്റ്റെയറിന്റെ ഹാൻഡിലൊക്കെ നമുക്ക് ആ സെയിം കളർ തന്നെ കൊടുത്തു നമുക്ക് പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ എനിക്കൊരു സംശയം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ചെറിയ ചളി പിടിക്കുന്ന പ്രശ്നം വരും. നിങ്ങൾ ആ പെയിന്റ് അടിച്ചില്ല, റേസർ ഭാഗം പെയിന്റ് അടിച്ചില്ല, അവിടെ ഇങ്ങനെ ചെറിയതായിട്ട് ചളി പിടിക്കേണ്ട ഒരു ചാൻസ് മാത്രമാണ് ഇപ്പൊ അതിലൊരു നെഗറ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മള് വീട്ടിന്റെ ഉള്ളിലാവുമ്പോ പിന്നെ ചെരുപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, അത്ര പെട്ടെന്നൊന്നും ചളി പിടിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. നമ്മൾ മാർബിൾ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മളിപ്പോ അവിടെ കണ്ടില്ല, മറ്റേ നമ്മള് അപ്പുറത്തെ സൈറ്റിൽ കണ്ട പോലത്തെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ നമുക്കൊരു ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും പക്ക ക്ലാസ് ലെവലിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പണിക്കാരെ കുറിച്ച് എന്താ അഭിപ്രായം? പണിക്കാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പണിക്കാർ ഏതുനേരം മേൽനോട്ടം ഉണ്ടാകുമ്പോൾ എന്തിനാണ് അഭിപ്രായം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല സത്യത്തില്. അതായത് പണിക്കാരെ കുറിച്ച് നമുക്കൊരു ടെൻഷനില്ല. അതായത് ഇവര് എല്ലാ ദിവസവും വന്നിട്ട് കാര്യങ്ങള് പിന്നെ മട്ടം പോലാക്കി കിട്ടി പോകുന്നുണ്ട്. നമുക്ക് പണിക്കാരെ നമുക്ക് കൂടുതൽ അതിന്റെ പുറത്തന്നെ വേറെ ചൊറകളുണ്ട്. അതായത് ഇതിന്റെ ഒപ്പം തന്നെ വയറിങ് പ്ലംബിങ് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കും. അവിടെ നമ്മളിവിടെ മാർബിളിന്റെ പണിയെടുക്കുമ്പോ അവിടെ തേപ്പ് എടുക്കണേ, അങ്ങനെ വർക്ക് എടുക്കണേ. ഇപ്പൊ ബംഗാളീസ് ആയതിനെ കൊണ്ട് തന്നെ ഓലപ്പം എപ്പോഴും ഒരാൾ വേണം. അതിപ്പോ ജോലി ഏത് മേൽനോട്ടം ഉണ്ടായാലും അതിന്റെ ഒപ്പം ഇപ്പൊ തന്നെ ഒരുപാട് അടപടി കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോ മാർബിൾ നമുക്ക് ഓക്കെയാണ്, പക്കാണ്. അപ്പൊ ഈ തേപ്പിന്റെ ഇടയിൽ കൂടി ഇതാവുമ്പോ രണ്ടും കൂടി എനിക്ക് ഏതായാലും നോക്കാൻ പറ്റൂല. തേപ്പ് ഞാൻ നോക്കുന്നുണ്ട്, അപ്പോ ജംസി ഇതേപോലെ ഇത് നോക്കും. പിന്നെ വേറെ സംശയം ചോദിക്കാൻ എന്താ വെച്ചാല് ഇപ്പൊ പല ആൾക്കാരും മാർബോണൈറ്റ് വെട്രിഫൈഡ് ടൈല് ഇപ്പോ വലിയ ബിഗ് സൈസിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത്ര ഇല്ലെന്നുണ്ടെങ്കിലും ഏകദേശം ഈ സൈസിൽ വെട്രിഫൈഡ് ടൈല് വരുന്നുണ്ട്. നിങ്ങൾ അയിമക്ക് പോകാതെ നാച്ചുറൽ സ്റ്റോൺ നമുക്ക് തന്നെ വരാൻ കാരണം എന്താ? നാച്ചുറൽ സ്റ്റോൺ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്തിലി ബെനിഫിറ്റ്സ് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് മാത്രം. നമ്മളെ പല വീടുകളിലും പല ആൾക്കാരും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം ഇത് മാത്രമാണ്. അതിനെ കവച്ചൊക്കെ ഒന്നുമില്ല, നാച്ചുറൽ സ്റ്റോൺ. അതെ അല്ല, എക്സ്പെൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിന്റെ കൊട്ടേഷൻ അടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയോ? ഇല്ല, അതിന് എക്സ്പെൻസിന് എടുത്തിരുന്നു. അപ്പൊ അതിന് എത്രയോ കൂടുതൽ നമ്മള് പണിക്കൂലി കൂട്ടിയിട്ട് വരെ അതിലും മുകളിലാണ്. അതായത് മാർബിൾ എടുക്കുന്നേറെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് വെട്രിഫൈഡ് ടൈലിനാണ് നിങ്ങൾക്ക് കൂടുതൽ വരുന്നത്. അതെ, നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേറെ കൂടുതൽ റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾ കൊട്ടേഷൻ ഇടിച്ചിട്ട് പിന്നെ നമുക്ക് എന്തായാലും നാച്ചുറൽ സ്റ്റോൺ തന്നെ നമുക്ക് അതിലേറെ വില കുറച്ച് കിട്ടുമ്പോൾ. അതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കട്നി മാർബിളാണ്. ഇന്ത്യൻ മാർബിളിലെ രാജാവ് എന്ന് പറഞ്ഞൊരു കല്ലാണത്. ഇപ്പോ പഴയ കാലത്തൊക്കെ ഒരുപാട് വീടുകളിൽ എല്ലാ വീടുകളിലും ഇതായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ട്രെൻഡ് ഒന്ന് മാറിയിട്ട് വൈറ്റിലേക്ക് എല്ലാവരും മാറി. ഇപ്പോൾ പ്യുവർ വൈറ്റ് എങ്ങനെയായാലും വൈറ്റ് മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് എല്ലാ കസ്റ്റമറും നമ്മളെടുത്ത് വരല്. ഇപ്പൊ പിന്നെ വൈറ്റുമെന്ന് മാറിയിട്ട് ഇതിമ്മക്ക് തന്നെ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അത് ഇതിമ്മക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇതിന്റെ തന്നെ വേറൊരു മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടർ കട്നി. ഇത്ര ലൈറ്റ് കളറല്ല, ഒന്നുകൂടി ഒരു ഗ്രേ മിക്സ് ആയിട്ടാണ്. ഈ പിസ്ത കളറല്ല, ഒരു ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ വരുന്നതാണ്. അതും അത്യാവശ്യം വിരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനമായിട്ട് ഒരു ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് കട്നി മാർബിൾ വിരിച്ചാൽ കിട്ടുക. ഒരാൾ കട്നി മാർബിൾ ഇതുവരെ വിരിച്ചിട്ട് നമ്മളോട് ജംഷേ ഈ കട്നി മാർബിൾ ഈ പറഞ്ഞ അത്ര ചോർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നതിൽ ഒരു ഒരു അഭിപ്രായം ഒരാൾ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ആർക്കും നമ്മളെ ബന്ധുക്കാർക്കാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ആർക്കും നമുക്ക് കട്നി
പെട്ടെന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള കല്ലുകളിലേറെ പെട്ടെന്ന് നമുക്ക് ധൈര്യത്തിൽ കൊടുത്തു വിടാം. പിന്നീട് നിങ്ങൾ ചെയ്ത വർക്ക് ശരിയായിട്ടോ, നിങ്ങൾ തന്ന സാധനം രസമില്ലട്ടോ എന്നൊരു കമൻറ്റ് നമുക്ക് കട്നിമെന്ന് വരൂല 100%. ഇനി കട്നിൻ്റെ എത്ര വില കുറഞ്ഞ എത്ര മോശപ്പെട്ടതാണെങ്കിലും കട്നിൻ്റെ കാര്യം അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായാലും നിലനിൽക്കും. പിന്നെ ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇനി മാർബിൾ എടുക്കാൻ പോണവരുടെ എന്താ പറയാല്ലേ, ജസ്റ്റ് ക്യാമറ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. മാർബിൾ എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചു നോക്കും. മഞ്ചേരി, പെരിന്തൽമണ്ണ, നമ്മളെ ഏരിയയിലെ എല്ലായിടത്തും നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്ക്. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ റോക്സ് ലോണിൽ ഒന്ന് എത്തി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. വേറെ കൂടുതലൊന്നും പറയാനില്ല. അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കും. ചോദിക്കട്ടെ, ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങൾ വേറെ അന്വേഷിച്ചിരുന്നു? വേറെ നമ്മൾ കൂടുതൽ അന്വേഷിച്ചിരുന്നു. അതായത് ഇഞ്ചി ജേഷന് മുമ്പ് ഈ കഡ്നി അല്ല ഇതേപോലത്തെ മാർബിള് പിന്നെ പുറത്തുനിന്ന് ഇറക്കിയിരുന്നു. അന്ന് ഞാൻ മൂപ്പരോട് സംസാരിച്ചു. മൂപ്പര് ഡയറക്റ്റ് രാജസ്ഥാന്ന് ഇറക്കിന്ന് പറഞ്ഞു. അപ്പോ ഓന്റെ അളിയന് വേണ്ടിയിട്ട് ഓല് കൂടുതൽ അന്വേഷിച്ചിരുന്നു. അതായത് ഒരു പുറത്ത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ എല്ലാ സ്ഥലത്തും ഒരു അന്വേഷിച്ചു. അപ്പൊ ലാസ്റ്റ് ഒരു എടുത്ത് തന്നെ വിടുന്ന നമ്മളെ റോക്സ് ലോൺ നമ്മളെ ഇവിടുത്തെ സൈറ്റ് തൂരത്തെ അപ്പോ പിന്നെ ഞാൻ കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല. അതായത് നമ്മളെ ഈ ഏരിയയിൽ പാണ്ടിക്കാട്, പെരുന്തൽമണ്ണ, മഞ്ചേരിയൊക്കെ കുറെ ഒക്കെ അന്വേഷിച്ചു. അതില് ബെസ്റ്റ് ഇവിടുന്ന് തെരഞ്ഞെടുത്തു. ഓക്കെ. ഇപ്പൊ ഈ വീട് കുടിയിരുന്നിട്ട് ഏകദേശം ഒരു 6 മാസം 8 മാസം 7 മാസത്തോളായി. ഇതുവരെ നിങ്ങൾക്ക് പല ആൾക്കാരും നമ്മളോട് കംപ്ലൈന്റ് യൂട്യൂബിൽ അപ്പൊ ഒരു കമന്റുകൾക്ക് മറുപടി ആയിട്ട് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടുക്കണോ ഇല്ലേ അറിയില്ല. മാർബിൾ ചളി പിടിക്കുന്ന പ്രശ്നം ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നിയോ? ഇത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കാലോ. അതായത് ക്യാമറക്കന്നെ ഇവിടെ കാണാം എവിടെയെങ്കിലും ചളി ഉണ്ടോന്നില്ലത്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു ഇഷ്യൂസ് ഇല്ല. അതെ, അതായത് അതിന്റെ യാഥാർത്ഥ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മളോട് വീഡിയോയിൽ കമന്റ് പറയുന്നുണ്ട്, മാർബിൾ ഇടണ്ട, ചളി പിടിക്കുന്നുണ്ട്, അത് നമുക്ക് വാണ്ടിരിക്കാൻ തോന്നും, 1 വർഷം കൊണ്ട് തന്നെ ചാകെ ചളി പിടിക്കും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. അതിനൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാർബിളിന്റെ ലേബേഴ്സ് ഉണ്ടല്ലോ, പോളിഷ് ചെയ്യുന്ന പണിക്കാരെടുത്താണ് ഈ ചളി പിടിക്കുന്നതിൻ്റെ ഇത് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, ഏറ്റവും ഇതിൽ ഈ വീട് പണിയിൽ ക്ഷമല്ല വർക്ക് ചിലപ്പോൾ ഇതിൻ്റെ പോളിഷിൻ്റെ വർക്ക് ചെയ്യാൻ അത്രയും നേരം നിന്ന് സാവധാനം നിന്ന് അടിച്ച് ഗ്ലേസിങ് ആയിരിക്കും. നമുക്ക് തന്നെ ചിലപ്പോൾ അവനോടൊന്ന് നിർത്തി പോകുമെന്ന് വരെ ചോദിച്ചാൽ തോന്നുന്നു. വേറെ കാര്യമില്ലേ, ഈ പോളിഷിങ്ങിന്റെ പണിക്കാരുണ്ടല്ലോ, ഓൻ വന്നു ഞങ്ങളോട് വരെ പുറത്ത് കയറണം. വീട് ഞങ്ങളതാണ് ഓൻ ഇവിടെ പനോട് വരെ പറഞ്ഞു. അബ്ബാര് പ്രഷറിലാണ് പനോട് അങ്ങനെ പറഞ്ഞാൽ അവനെടുത്ത് പുറത്താണ് ഇടും. ഓൻ പറഞ്ഞു പനോട് വരെ പുറത്തേക്കാൻ പറഞ്ഞു. അത് കയറാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇതിന് കല്ലുകളുണ്ട്. ഈ കല്ലുകളൊക്കെ അടിക്കുമ്പോൾ ഓരോ നമ്പർ ഇപ്പോൾ ചില വർക്കേഴ്സൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ 15 കല്ലടിക്കും, 12 കല്ലടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തള്ളള്ളിയിട്ട് ആ വർക്ക് എടുക്കും. അങ്ങനത്തെ ഇഷ്യൂസ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരലും ഉണ്ട്. ഇതെന്ത് സംഭവം ശരിക്കും ചെയ്യേണ്ടത് വെച്ചാൽ കല്ലിൻ്റെ എണ്ണ അല്ല ശരിക്കും നമ്മൾ നോക്കേണ്ടത്. ഓരോ കല്ലിനും അതിൻ്റെതായ ഒരു ഗ്ലേസിങ് ഉണ്ട്. ഇപ്പോൾ ഒരു 1-ാം നമ്പർ കല്ലാണെങ്കിൽ 3-ാം നമ്പർ കല്ലുകൊണ്ട് അടിച്ചിട്ട് ഒരു ഗ്ലേസിങ് എത്തണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത കല്ലെത്താണ്. അപ്പോൾ ചിലപ്പോൾ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലേസിങ് ചിലപ്പോൾ കല്ല് കയറിക്കണമെന്നില്ല. പല രീതിയിലുള്ള കല്ലുണ്ട്. ടെമ്പർ കൂടുതലുള്ള കല്ലുണ്ട്, ടെമ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുണ്ട്. ചിലപ്പോൾ കട്ടിനിമ കയറണ മാതിരി അതുപോലെ വേറെ കല്ലുമ്മ പോളിഷ് പെട്ടെന്ന് കയറുക. ആ ഒരു സമയം. അപ്പോൾ ഓരോ കല്ല് അടിച്ചിട്ട് ഇത് ഗ്ലേസിങ് ഈ കല്ലിന് അടിച്ച കല്ലിൻ്റെ ഗ്ലേസ് ചെയ്യുമ്പോൾ കയറിയിരിക്കണമെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അടുത്ത കല്ല് മാറ്റിയിട്ട് അടിക്കാൻ പാടുള്ളൂ. അത് ഇതിലേറ്റവും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിലേക്ക് കയറാൻ അയച്ചില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെ ഇങ്ങനെ അടിച്ചു പോവുകയാണ്. ഇതിലിപ്പോൾ ഒരു 5-ാം നമ്പർ 6-ാം നമ്പറൊക്കെ അടിക്കുന്ന സമയത്ത് വീട്ടിലൊരാൾ പുറത്തുനിന്ന് കയറുന്ന സമയത്ത് നമുക്ക് വീട് പണി എടുക്കുന്ന സമയമാണല്ലോ. ഈ മണൽത്തരി എംസാൻഡിൻ്റെ തരികളൊക്കെ കാൽമണ്ടാകാനുള്ള ചാൻസ് 90% ഉണ്ട്. ഈ ഒരു തരി ഈ മെഷീൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്മേൽ സ്ക്രാച്ച് വരും. ഈ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഓല് ഇത്രയും ദിവസം എടുത്ത വർക്ക് പിന്നെ തലക്കുന്ന ആ സ്ക്രാച്ച് പോകണമെന്നുണ്ടെങ്കിൽ തലക്കുന്ന അല്ല, അത് അതിന് മാത്രം ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിക്ക് പെയിന്റ് അടിച്ചിട്ട് പോളിഷ് ചെയ്യണ്ടല്ലോ. അപ്പോൾ തേയ്മാനം വരാന്നുണ്ടെങ്കിൽ പെയിന്റ് ഒക്കെ പറഞ്ഞാൽ ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് തേയ്മാനം വരുന്നില്ല. അപ്പൊ ഇത് അങ്ങനത്തെ ഇപ്പൊ നമ്മൾ പോളിഷ് ചെയ്ത പീസും പോളിഷ് ചെയ്യാത്ത പീസും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് കാണാൻ പറ്റിയ മാറ്റങ്ങളൊന്നും കാണൂല. അത് തേയ്മാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ മാത്രമേ തേയ്മാനം വരുള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലേസിംഗ് ആണ് ഇങ്ങനെ അടിച്ചെടുക്കണം. ഗ്ലേസിംഗ് തിളക്കം കൂട്ടിയെടുക്കണം. കല്ലിന് തേയ്മാനം പിന്നെ വരുന്നില്ല. അങ്ങനെ തേയ്മാനം വരികയാണെങ്കിൽ നമുക്ക് പിന്നെ റീപോളിഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ ഒരിക്കലും കല്ലിന് തേയ്മാനം ഫസ്റ്റ് കോട്ട് ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടില്ല. അടിയിൽ ചിലപ്പോൾ ചെറിയൊരു തേയ്മാനം വരുന്നല്ലാതെ പിന്നെല്ലാ കോട്ടിനും കാര്യങ്ങൾക്കൊന്നും തേയ്മാനം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓല അന്ന് ഉള്ളിലേക്ക് കയറാനയക്കാത്തത്. അതിപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് നോക്കാൻ വരുന്ന ഞാൻ വന്നു കഴിഞ്ഞാലോ
കാല് ശരിക്ക് കഴുകിയിട്ട് അല്ലാതെ ഉള്ളിക്ക് കയറ്റൂല. അത് അവരെ വർക്കിന്റെ ഇത് അവർ നോക്കണം. അതിന് അവരെ ഉത്തരവാദിത്തമാണ്, അവർ നോക്കന്നെ വേണം. അതിന് നമ്മളിപ്പോ അവരോട് ദേഷ്യം പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അവരെ വർക്ക് ഇപ്പൊ ഈ പറഞ്ഞ കേസ് തന്നെ നേരെ തിരിച്ചു കൂട്ടുക. നമ്മൾ കാലത്ത് കയറി സ്ക്രാച്ച് വീണു, ഓല അടിച്ചു പോയി പണി കഴിയുമ്പോൾ സ്ക്രാച്ച് ഉണ്ട് കഴിഞ്ഞാൽ നമ്മളെ തൊള്ളിയിൽ ഓല് കേൾക്കേണ്ടി വരും. ഓല വർക്ക് അവര് നോക്കണ അത്രേ ഉള്ളു. അതിന് വേറെ ഒന്നും അതില് ഇല്ല. വേറെ അവരെ നമ്മള് കയറിയാൽ തന്നെ ശരിക്കും കാല് പുറത്ത് ബാക്കിയിരുന്ന് കാല് കഴുകി എംസാൻഡും കാര്യങ്ങളും ഒന്ന് കാലും എല്ലാം ഉറപ്പ് വരുത്തി തുടച്ചിട്ട് ഒരു ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ലാതെ കയറി കഴിഞ്ഞാല് ഒരപ്പവിടെ പണി നിർത്തിയിട്ട് നമ്മൾ ഫുള്ള് നോക്കിയിട്ട് ഫുള്ള് വെള്ളം ഒഴിച്ച് വൈപ്പർ ഇട്ട് അടിച്ചിട്ട് പിന്നെ പോളിഷ്. കാരണം ഇതിലൂടെ മണൽത്തരി കുടുങ്ങിയെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുപോലെ ഇവിടുത്തെ പണി ഫുള്ള് മറ്റേ ഇത് പറഞ്ഞ പോലെ തന്നെ അവസാനം പിടിച്ച് കലടക്കണ പോലെ തന്നെ അത് ഫുള്ള് വെറുതാവും. അപ്പോൾ ആ രീതിയിലൊരു വർക്ക് എടുക്കുള്ളൂ. അപ്പോൾ താങ്ക് യു. ഈ ഒരു വീഡിയോക്ക് നന്ദി.